بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രവർത്തകരെ, ശ്രോതാക്കളെ, വിദ്യാർത്ഥിനികളെ, മറ്റു പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായിരിക്കുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥം അതിലൂടെയുള്ള ആ മഹത് ഗ്രന്ഥത്തിലൂടെയുള്ള ഒരു ചെറിയൊരു കടന്നുപോക്കാണ് നാം കഴിഞ്ഞ 17 ദിവസങ്ങളിലായിട്ട് നിർവഹിച്ചു പോകുന്നത്. ഇന്നത് 18ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ സഹോദരങ്ങളെ, വിജ്ഞാനത്തിന് അനന്തമായിരിക്കുന്ന സാഗരം നീന്തിത്തുടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനുള്ളൊരു തയ്യാറെടുപ്പ് മാത്രമാണ് ഈ ഒരു റിയാദുസ് സ്വാലിഹീന്റെ പഠനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകിയ വിജ്ഞാന സാഗരം, അതിനറ്റമില്ല. അതിന് യാതൊരുവിധ അതിരുകളുമില്ലാതെ അങ്ങനെ പരന്നു കിടക്കുന്ന വിജ്ഞാന സാഗരം അങ്ങനെ പരന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് ഒരിക്കലും നമുക്ക് നീന്തിക്കയറാൻ സാധിക്കില്ല. എങ്കിലും അതിന്റെ ഓരം ചേർന്ന് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ആ സഞ്ചാരത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമാണ് നമ്മുടെ ഈ ചെറു ഹദീസ് പഠന ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഒരു മതപഠന വിജ്ഞാനിയായ എനിക്കും എന്തെങ്കിലുമൊക്കെ അറിവ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളെപ്പോലെ ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിൽ വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശുദ്ധ ഖുർആനും അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളും അവിടുത്തെ സഹാബാക്കളുടെ ജീവിതചര്യകളുമൊക്കെ ഒന്ന് സമയമുണ്ടാക്കി മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. നമുക്കെല്ലാവർക്കും പരാതി എന്താ? സമയമില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല എന്നാൽ അങ്ങനെയൊന്നുണ്ടോ? ഒരു ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തില് നമ്മൾ എന്ത് ചെയ്യണം? ദീനീ വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അതാണ് നാം ചെയ്യേണ്ടത്. സമയം ഉണ്ടാക്കണം. സമയം 24 മണിക്കൂറേ ഉള്ളൂ. അത് നാം മനസ്സിലാക്കണം. ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിൽ നിന്ന് നാം സമയത്തെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഏത് കാര്യത്തിനും സമയത്തെ കണ്ടെത്തണം. ഒരിക്കലും സമയം വരില്ല, ഒരിക്കലും സമയം പോകുകയുമില്ല, ഒരിക്കലും സമയം കിട്ടാതിരിക്കുകയുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? സമയത്തെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കണം. 24 മണിക്കൂറിൽ നിന്ന് സമയത്തെ കണ്ടെത്തി നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ച് അതിന്റെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്ന ദീനീ വിജ്ഞാനത്തിന് പ്രാധാന്യം കൽപ്പിച്ച് ദീനീ വിജ്ഞാനം നുകരാനുള്ള
മനസ്ഥിതി ഉണ്ടാക്കി അതിന് സമയം കണ്ടെത്തുകയും ആ സമയം ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുകയും ചെയ്തുകൊണ്ട് ദീനീ പ്രബോധന പ്രവർത്തന മേഖലകളിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. അതനുസരിച്ച് ദീനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാകുമ്പോൾ അതും അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹമായി. നമ്മൾ കാരണം മറ്റൊരാള് നേരിന്റെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ അതും അള്ളാഹുവിൽ നിന്ന് വളരെയേറെ അനുഗ്രഹമായി. അങ്ങനെ നാം നമ്മുടെ മരണശേഷവും നമ്മൾ ദീൻ പഠിപ്പിച്ച ആളുകള്, നമ്മൾ ദീൻ പഠിപ്പിച്ച വ്യക്തികള് നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ മാതൃകയാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രതിഫലനം ലഭിക്കാൻ വേണ്ടി, ആ ഒരു പ്രതിഫലനത്തിന് വേണ്ടി, അതിലൂടെ പുണ്യം കരസ്ഥമാക്കാൻ, അതിലൂടെ അള്ളാഹുവിന്റെ അടുത്ത് പദവികൾ ഉയരാൻ നമുക്ക് കാരണമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനീ വിജ്ഞാനത്തിന് പ്രാമുഖ്യം നൽകുക, ആരാധനാകർമ്മങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ അവന് നന്ദിയുള്ള അടിമയായി മാറുക. സുന്നത്തുകൾ നിർവഹിച്ച് ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്ലീലുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ ഓരോ മുസ്ലിം സഹോദരങ്ങളും സജ്ജമാകുക. ഞാനും നിങ്ങളും, ഞാൻ എന്റെ നഫ്സിനോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനെ സ്മരിക്കുക. നമുക്ക് ഇഷ്ടം പോലെ സുന്നത്തുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. അവിടെ ഒരു സുന്നത്ത് ലഭിച്ചു. പിന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ടോയ്ലറ്റിലേക്കോ ബാത്റൂമിലേക്കോ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇടത് കാൽ മുന്തിക്കുക, അവിടേക്ക് ചെല്ലാനുള്ള ദിക്റുകൾ ചൊല്ലുക. അപ്പോഴും അവിടെ അള്ളാഹുവിന്റെ തിരുറസൂലിന്റെ സുന്നത്ത് അവിടെ ലഭിക്കുന്നു. വീണ്ടും നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ബ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക, ഇത് സുന്നത്താക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നീളത്തിലും വീതിയിലും ബ്രഷ് ചെയ്യുക, അത് പ്രവാചകന്റെ മാതൃകയാണ് എന്ന മനസ്സിൽ നമ്മൾ ഉണ്ടാവുക, എന്ന ചിന്തയോട് കൂടി നമ്മൾ ബ്രഷ് ചെയ്യുക. അവിടെയും പ്രവാചകന്റെ സുന്നത്തെ ആദത്താക്കിയ ഒരു കൂലി ലഭിക്കുന്നു. വീണ്ടും നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വലത് കാൽ മുന്തിച്ച് പുറത്തിറങ്ങുക, അവിടെയും പ്രവാചകന്റെ സുന്നത്ത് ലഭിക്കുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോ നമ്മുടെ വലതേ കൈയെ മുന്തിക്കുക, അവിടെയും സുന്നത്ത് ലഭിക്കുന്നു. അവിടെയും അല്ലാഹുവിന്റെ കൂലി ലഭിക്കുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെയും വലത് മുന്തിക്കുക. അപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താണ്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ വലതേ കൈ മുന്തിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലുക. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണോ പുറത്തേക്ക് പോകുമ്പോൾ, നമസ്കരിക്കാനാകട്ടെ, അതല്ലെങ്കിൽ മറ്റു ജോലികൾക്കാവട്ടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത്തെ കാൽ മുന്തിക്കുക. അങ്ങനെ ആകുമ്പോൾ അവിടെയും പ്രവാചകന്റെ തിരുസുന്നത്തിന് ആദത്താക്കിയ പ്രതിഫലം ലഭിക്കുകയാണ്. തീർന്നില്ല, അവിടെ നിന്നും ചൊല്ലുക നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുക. അവിടെയും റസൂലിന്റെ തിരുസുന്നത്തിനെ ആദത്താക്കുന്നു നമ്മൾ. അങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലും, നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമുക്ക് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ തിരുസുന്നത്തിനെ ആദത്താക്കിക്കൊണ്ട് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ സകലമാന മേഖലകളിലും അല്ലാഹുവിന്റെ ഔദാര്യത്താലുള്ള പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു.
സകലമായ പ്രവർത്തനങ്ങളിലും കുളിക്കുമ്പോൾ പോലും വെറുതെ കുളിക്കുകയാണെങ്കിലും സുന്നത്ത് കുളിയും നിർബന്ധമാക്കപ്പെട്ട കുളിയും ഒഴിച്ച് വെറുതെ അങ്ങ് കുളിക്കുകയാണെങ്കിലും മനസ്സിൽ കരുതുക, എന്റെ ശരീരത്തിൽ അഴുക്കൊക്കെ ഇങ്ങനെ നീക്കാൻ വേണ്ടി ഞാൻ കുളിക്കുകയാണെന്ന് മനസ്സിൽ കരുതുമ്പോൾ അതിനും അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ഹദീസ് പറഞ്ഞിരുന്നു, എന്താ, ഭാര്യയുമായി സംയോഗം ചെയ്യുന്നത് സദഖയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമ്മെ. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, സ്വന്തം ഭാര്യയുമായിട്ട് സംയോഗം ചെയ്യുന്നത് സദഖയോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ, അതിന് പ്രതിഫലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വന്തം ഭാര്യയല്ലാതെ മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധം പുലർത്തിയാല് അതിന് ശിക്ഷയുണ്ടോ? തിരിച്ചൊരു ചോദ്യം. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതേ, ശിക്ഷയുണ്ടല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾ സ്വന്തം ഭാര്യയുമായിട്ട് രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലമുണ്ടെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ നിഖിലമായ സകല മേഖലകളിലും അള്ളാഹുവിനെയും അവന്റെ തിരുദൂതരെയും സ്മരിക്കുക. അവർ ചെയ്ത മാതൃക, അവർ ചെയ്ത കാര്യങ്ങള്, അവർ ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും ചെയ്ത കാര്യങ്ങള് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അങ്ങനെ പകർത്തുമ്പോൾ നമുക്ക് ആരോടും വിദ്വേഷമില്ല, ആരോടും എതിർപ്പില്ല, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. നമ്മള് മറ്റൊരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക. ആ പുഞ്ചിരി പോലും സദഖയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അത്തരം ഇബാദത്തുകളൊക്കെ ആദത്താക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധ്യായം 48. സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്കുള്ള താക്കീത്. നല്ല ജനങ്ങളെ, നന്മയുള്ള ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനുള്ള താക്കീതാണ് കേട്ടോ. അള്ളാഹു പറഞ്ഞു, മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ അവർ ഒരു തെറ്റും ചെയ്യാതിരിക്കെ ശല്യപ്പെടുത്തുന്നവൻ വമ്പിച്ച അപവാദവും വ്യക്തമായ കുറ്റവും പേരേണ്ടി വരുന്നതാണ്. അഹ്സാബ് 58. കേട്ടല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ ശല്യപ്പെടുത്തുന്നവർക്ക് വമ്പിച്ച അപവാദവും വ്യക്തമായ കുറ്റവും പേരേണ്ടി വരുന്നതാണ്. നിങ്ങൾ അനാഥയോട് ഗൗരവം കാണിക്കരുത്, ചോദിക്കുന്നവരെ വിരട്ടരുത്. എന്തെങ്കിലും ചോദിച്ചു വരുന്നവരെ വിരട്ടാനും പാടില്ല, അനാഥനോട് ഗൗരവം കാണിക്കുകയും ചെയ്യരുത്. ദുഹ 9:10. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്ത ഒരു ഹദീസ് ഞാൻ വായിക്കാം. 389-ാമത്തെ ഹദീസ്. ജുൻദുബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹി നിസ്കാരം യഥാസമം നിർവഹിച്ചവർ ആ ദിവസം അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. സ്വന്തം ബാധ്യതയെ സംബന്ധിച്ച് നിങ്ങളെ അല്ലാഹു ചോദ്യം ചെയ്യാതിടവരാതിരിക്കട്ടെ. അങ്ങനെ ബാധ്യതയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെട്ടാൽ അവർ അല്ലാഹു പിടികൂടുകയും നരകത്തിൽ മുഖം കുത്തി വീഴും വിധം വലിച്ചെറിയുകയും ചെയ്യും. മുസ്ലിം 657-262 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, സ്വന്തം ബാധ്യത എന്താണ്? നമുക്കുള്ള ബാധ്യത പല ബാധ്യതകളുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളോടുള്ള ബാധ്യത നമുക്കുണ്ട്, നമ്മുടെ മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്, നമ്മുടെ ഭാര്യമാരോട് നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യാനിട വന്നാൽ അവൻ അല്ലാഹു പിടികൂടും. ആ ബാധ്യതയിൽ നമ്മള് യഥാവിധി നിർവഹിച്ചിട്ടില്ല എങ്കിൽ, ആ ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നരകത്തിൽ മുഖം കുത്തി വീഴും വിധം വലിച്ചെറിയുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അടുത്തത് അധ്യായം 49. ബാഹ്യാവസ്ഥ പരിഗണിച്ച് വിധിക്കണം. അല്ലാഹു പറഞ്ഞു, ഇനി അവർ നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾ അവരെ വെറുതെ വിട്ടേക്കുക, അവരോട് യുദ്ധം ചെയ്യരുത്. തൗബ 11-ാമത്തെ ആയത്താണിത്. തൗബ സൂറത്തിലെ 11-ാമത്തെ ആയത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയും നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുവോളം ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവരങ്ങനെ ചെയ്താൽ ഇസ്ലാമിന്റെ അവകാശമൊഴികെയുള്ള തങ്ങളുടെ രക്തവും സമ്പത്തും എന്നിൽ നിന്ന് അവർ രക്ഷിച്ചു. അള്ളാഹുവിങ്കലാണ് അവരുടെ വിചാരണ. ബുഖാരി 70-72, 1 മുസ്ലിം 22 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അല്ലാഹുവിനെ മാത്രം ഇലാഹായി അംഗീകരിക്കുകയും ചെയ്തവരുടെ രക്തവും സമ്പത്തും നിഷിദ്ധമാണ്. അന്യായമായി കൈകാര്യം ചെയ്യൽ നിഷിദ്ധമാണ്. മുസ്ലിം 23 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാനൊരു സത്യനിഷേധിയുമായി ഏറ്റുമുട്ടെ. യുദ്ധത്തിൽ എന്റെ ഒരു കൈ അവൻ വെട്ടിമുറിച്ചു കളഞ്ഞു. പിന്നീട് അവൻ ഒരു മരത്തിൽ അഭയം പ്രാപിച്ചു. ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. ഇനി എനിക്ക് അവനെ കൊല്ലാൻ പാടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നീ അവനെ വധിച്ചു പോകരുത്. റസൂലേ, എന്റെ ഒരു കൈ വെട്ടിയ ശേഷമാണ് അവൻ എങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ആവർത്തിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ അവനെ കൊല്ലരുത്. നീ അവനെ വധിച്ചാൽ വധിക്കുന്നതിന് മുമ്പുള്ള നിന്റെ സ്ഥാനത്ത് അവനും കലിമ ചൊല്ലുന്നതിന് മുമ്പുള്ള അവന്റെ സ്ഥാനത്ത് നീയും ആയിത്തീരുന്നതാണ്. മുസ്ലിം 95, ബുഖാരി 166, 167 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുഹൈന ഗോത്രത്തിലെ ഉറക്ക വിഭാഗത്തിലേക്ക് അയച്ചു. പ്രഭാത സമയത്ത് ഞങ്ങൾ അവരുടെ ജലാശയത്തിനടുത്തെത്തി. ഞാനും ഒരു അൻസാരിയും അവരിൽ ഒരാളെ പിടികൂടാനായി ചെന്നു. ഞങ്ങൾ അയാളെ വളഞ്ഞപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഉടൻ അൻസാരി പിന്മാറി. എന്നാൽ ഞാൻ അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു കളഞ്ഞു. ഞങ്ങൾ മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ ഈ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അവിടുന്ന് എന്നോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷം നീ അവനെ വധിച്ചോ? ഞാൻ പറഞ്ഞു, അവനത് പറഞ്ഞത് സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷമാണോ നീ അവനെ വധിച്ചത് എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. അത് കേട്ടപ്പോൾ അതിനു മുമ്പ് ഞാൻ മുസ്ലിമായിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ബുഖാരി 171, 172, മുസ്ലിം 96, 158, 159 എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ അത് കേട്ടപ്പോൾ അതിനു മുമ്പ് ഞാൻ മുസ്ലിമായിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് പറയാനുള്ള കാരണം, ഇതിങ്ങനെ കേട്ടപ്പോൾ അതൊരു വലിയൊരു തെറ്റാണ്. ആ തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന ബോധം വന്നപ്പോൾ, ഞാൻ മുസ്ലിമായിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് മുസ്ലിമാകുന്നതെങ്കിൽ എന്റെ ആ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ ആ സ്വഹാബിക്കുണ്ടായത്. ചിന്തിക്കണം സഹോദരങ്ങളെ. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും നീ അവനെ വധിച്ചോ? ഞാൻ പറഞ്ഞു, റസൂലേ, അവ രക്ഷപ്പെടാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പറഞ്ഞത് ഉദ്ദേശത്തിലാണോ അല്ലേ എന്നറിയാൻ, നീ പറഞ്ഞ ആ ഉദ്ദേശത്തിലാണോ അതല്ല മറ്റേതെങ്കിലും ഉദ്ദേശത്തിലാണോ എന്നറിയാൻ നീ അവന്റെ മനസ്സ് കീറി നോക്കിയിരുന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത് കേട്ടപ്പോൾ അതിനു മുമ്പ് ഞാൻ മുസ്ലിമായിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ജുൻദുബ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം സേനയെ ബഹുദൈവ വിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ നിയോഗിച്ചു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. മുശ്രിക്കുകളിൽ ഒരാൾ ഒരു മുസ്ലിമിനെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തി. ഇതിന് പകരമായി മുസ്ലിങ്ങൾ ഒരാളെ മറ്റേ മുസ്ലിമിനെ പിടികൂടാൻ തക്കം പാർത്തിരുന്നു. ഇസ്ലാമയായിരിക്കും അതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പിടിയിലായ ശത്രുവിന് നേരെ അദ്ദേഹം വാളുയർത്തിയപ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എങ്കിലും അദ്ദേഹം അവനെ കൊല്ലുക തന്നെ ചെയ്തു. യുദ്ധ നിരീക്ഷകർ തിരിച്ചു വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഒടുവിൽ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തിയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. നീ എന്തിനവനെ കൊന്നു എന്ന് ചോദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ മുസ്ലിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും ഇന്ന വ്യക്തികളെ കൊല്ലുകയും ചെയ്തവനാണ്. ഞാൻ അവനെ കടന്നാക്രമിച്ചു. എന്റെ വാൾ കണ്ടപ്പോഴാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അവനെ വധിച്ചോ എന്ന് വീണ്ടും ചോദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു അതേ എന്ന് പറഞ്ഞപ്പോൾ, അന്ത്യദിനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്ന നേരത്ത് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും?
എന്നവിടുന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതനെ, അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചാലുമെന്ന് ഉസാമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു. പക്ഷേ അന്ത്യദിനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നാൽ നിനക്കെന്ത് ചെയ്യാൻ കഴിയും? അന്ത്യദിനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നാൽ നിനക്കെന്ത് ചെയ്യാൻ കഴിയും എന്നല്ലാതെ അവിടുന്ന് ഒന്നും പ്രതികരിച്ചതേ ഇല്ല. മുസ്ലിം 97. സഹോദരങ്ങളെ, ചിന്തിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പറഞ്ഞവരാണ് നിങ്ങൾ വധിക്കരുത്. അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു നിവേദനം, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി മുഖേന ലഭിക്കുന്ന അറിവിലൂടെ ചിലരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ വഫാത്തോടെ വഹി നിലച്ചു. ഇന്ന് പ്രവർത്തനങ്ങളുടെ ബാഹ്യവശം നോക്കി മാത്രമേ നിങ്ങളെ പിടികൂടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ നന്മ ആര് പ്രകടിപ്പിക്കുന്നുവോ അവന് നാം അഭയം നൽകുകയും അവനോട് നാം ബന്ധം പുലർത്തുകയും ചെയ്യും. അവന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കുക നമ്മുടെ ബാധ്യതയല്ല, അത് അല്ലാഹു വിചാരണ ചെയ്തു കൊള്ളും. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് നാം അഭയം നൽകുകയോ അവർ അംഗീകരിക്കുകയോ ചെയ്യില്ല. തന്റെ രഹസ്യവശം എത്ര വിശുദ്ധമാണെന്ന് അവൻ പറഞ്ഞാലും. ബുഖാരി 185 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞു, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുവീൻ. അൽ-ബഖറ 40 അധ്യായം 50. ഭയം എന്ന അധ്യായമാണ് ഇനി പറയാനുള്ള ഭയത്തെ കുറിച്ച് പറയുന്ന ബാബാണ്. അല്ലാഹു പറഞ്ഞു, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുവീൻ. അൽ-ബഖറ 40. നിശ്ചയം താങ്കളുടെ നാഥന്റെ ശിക്ഷ അതികഠിനമാണ്. അൽ-ബുറൂജ് 12. ഗ്രാമവാസികൾ അക്രമ പ്രവർത്തനങ്ങളിൽ നിരതരാകുമ്പോൾ നിന്റെ നാഥൻ അവരെ ശിക്ഷിക്കുന്ന പക്ഷം അത് ഇതേ നിലയിൽ തന്നെയായിരിക്കും. അവന്റെ ശിക്ഷ അതികഠിനവും വേദനാജനകവുമാണ്. പാരത്രിക ശിക്ഷ ഭയപ്പെടുന്നവർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തവും ഉണ്ട്. സർവ്വജനങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണത്. എല്ലാവരും സന്നിഹിതരാകുന്ന ദിനവുമാണത്. നിശ്ചിത കാലാവധി വരെ ആ ദിവസത്തെ നാം നീട്ടിവെച്ചെന്ന് മാത്രം. ആ ദിവസം ആരും അവന്റെ അനുമതി കൂടാതെ സംസാരിക്കുന്നതല്ല. അവരിൽ വിജയിയും പരാജിതനും ഉണ്ടാവും. പരാജിതർ നരകത്തിലായിരിക്കും കഴിയേണ്ടി വരിക. നരകത്തിൽ അവർക്ക് നെടുവീർപ്പും തേങ്ങിക്കരച്ചിലുമാണ് ഉണ്ടാകുക. ഹൂദ് സൂറത്തിലെ 102 മുതൽ 106 വരെയുള്ള ആയത്താണിത്. ചിന്തിക്കുക സഹോദരങ്ങളെ. അള്ളാഹു തന്റെ ശിക്ഷയെ സംബന്ധിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. ആൽ ഇമ്രാൻ 28 ആയത്ത്. മനുഷ്യൻ തന്റെ സഹോദരനെയും മാതാപിതാക്കളെയും ഭാര്യയെയും സന്താനങ്ങളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം അന്ന് ഓരോരുത്തർക്കും സ്വന്തം കാര്യങ്ങൾ തന്നെ മതിയാകുവോളം ഉണ്ടായിരിക്കും. അബസ 34 മുതൽ 37 ആയത്ത്. ജനങ്ങളെ, നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. നിശ്ചയം ലോകാവസാനത്തിലെ കമ്പനങ്ങൾ ഭയാനകമാണ്. അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ദിവസം മുലയൂട്ടുന്ന സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളെ പറ്റി അശ്രദ്ധരായി പോകും. ഗർഭിണികൾ തത്സമയം പ്രസവിച്ചു പോകും. ജനങ്ങളെ ലഹരി ബാധിച്ചതായി കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിതരല്ല. പിന്നെയോ അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമായത് കൊണ്ടാണത്. അൽ-ഹജ്ജ് 1-2 ആയത്തുകളാണ് ഇവിടെ പറഞ്ഞത്. തന്റെ നാഥന്റെ മുന്നിലുള്ള നൃത്തത്തെ ഭയപ്പെടുന്നവന് 2 സ്വർഗമുണ്ട്. അന്ത്യനാളിലുള്ള തന്റെ നാഥന്റെ മുന്നിലുള്ള നൃത്തത്തെ ഭയപ്പെടുന്നവന് 2 സ്വർഗമുണ്ട്. അർ-റഹ്മാൻ 46 ആയത്ത്. സ്വർഗവാസികളിൽ ചിലർ അഭിമുഖീകരിച്ച് പറയും, നാം നമ്മുടെ കുടുംബങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ ഭയമുള്ളവരായിരുന്നു. തൽഫലമായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന നരകശിക്ഷയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്തു. നാം മുമ്പ് അവരോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവൻ കാരുണ്യവാനും ഗുണം ചെയ്യുന്നവനുമാണ്. അന്നൂർ 25-28 അത്തൂറിലെ 25-28 ആയത്തില് ഈ പറയുന്നു. എന്ന് പറയുന്ന ഈ വിഷയമായി ബന്ധമുള്ള അനേകം ആയത്തുകളുണ്ട്. കാര്യഗൗരവമുണർത്തുന്ന ചിലവ് മാത്രമേ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഹദീസുകളും അതുപോലെ തന്നെ നിരവധിയുണ്ട്. ചിലത് മാത്രം
ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാം. ാമത്തെ ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം സത്യസന്ധരെന്ന് അംഗീകരിക്കപ്പെട്ടവരുമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, സൃഷ്ടിയുടെ ആദ്യത്തിൽ നിങ്ങളെല്ലാം മാതാവിന്റെ ഗർഭാശയത്തിൽ 40 ദിവസം ബീജമായി നിലകൊള്ളുന്നു. പിന്നെ അത്രയും ദിവസം രക്തക്കട്ടയായും പിന്നെ അത്രയും ദിവസം മാംസപിണ്ഡമായും കഴിയുന്നു. അനന്തരം അതിന് ജീവൻ നൽകാൻ ഒരു മലക്കിനെ നിയോഗിക്കുന്നു. 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ആ മലക്കിനോട് ആജ്ഞാപിക്കുന്നു. 1 ആഹാരം, 2 ആയുസ്, 3 പ്രവർത്തനം, 4 വിജയിയോ പരാജിതനോ എന്ന കാര്യം. ഏകനായ അല്ലാഹു ആണ്. നിങ്ങൾ ഓരോരുത്തരും സ്വർഗവാസികളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ അകലമുണ്ടാവുകയുള്ളൂ. ഈ അവസ്ഥയിൽ അല്ലാഹുവിന്റെ മുൻ തീരുമാനം ഈ പ്രവർത്തനങ്ങളെ കവച്ചു വെക്കുന്നു. അപ്പോൾ അവൻ നരകവാസികളുടെ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തന്മൂലം നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയും ചെയ്യും. അപ്രകാരം തന്നെ നിങ്ങൾ നരകവാസികളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ടാകും. അത് കാരണം നരകത്തിന്റെയും അവന്റെയും ഇടയിൽ ഒരു മുഴം അകലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴായിരിക്കും അല്ലാഹുവിന്റെ മുൻ തീരുമാനം അവന്റെ പ്രവർത്തനങ്ങളെ കവച്ചു വെക്കുക. തന്മൂലം അവൻ സ്വർഗവാസികളുടെ കർമ്മങ്ങൾ ചെയ്യുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ബുഖാരി 266, മുസ്ലിം 2643 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന ദിവസം നരകം ഹാജരാക്കപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുകൾ കൊളുത്തുകൾ ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും. മുസ്ലിം 2843 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു, അന്ത്യനാളിൽ ഏറ്റവും കുറഞ്ഞ നരകശിക്ഷ അനുഭവിക്കുന്നത് 2 ഉള്ളൻകാലിൽ തീക്കനൽ വെക്കപ്പെട്ടതിനാല് മസ്തിഷ്കം തിളച്ചിറങ്ങുന്നവരാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്നവർ തന്റെ 2 ഉള്ളൻകാലുകളിൽ തീക്കനൽ വെക്കപ്പെട്ടതിനാൽ മസ്തിഷ്കം തിളച്ചിറങ്ങുന്നവരാണ്. നരകത്തിലെ ഏറ്റവും നിസാര ശിക്ഷയാണ് അനുഭവിക്കുന്നതെങ്കിൽ ഇത്ര കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന മറ്റാരുമില്ലെന്നാണ് അവർ വിചാരിക്കുക. ബുഖാരി 373, മുസ്ലിം 213. സഹോദരങ്ങളെ ചിന്തിക്കുക. നരകത്തിലെ ഏറ്റവും നിസാരമായിരിക്കുന്ന ശിക്ഷ തന്റെ ഉള്ളൻകാലിൽ വെക്കുന്ന തീക്കട്ട, അതിന്റെ ചൂടേറ്റുകൊണ്ട് തന്റെ മസ്തിഷ്കം ഉരുകുന്ന രീതിയിലുള്ള ചൂടാണ് അതിൽ നിന്ന് പ്രവഹിക്കുന്നത്. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷയെങ്കിൽ അവർ പോലും വിചാരിക്കും ഇതിനേക്കാൾ വലിയ ശിക്ഷ മറ്റാർക്കുമില്ലെന്ന്. അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ശിക്ഷയാണ് നാം അനുഭവിക്കേണ്ടി വരിക. ഏറ്റവും ചെറിയ ശിക്ഷയായിരിക്കുന്ന ആ ഉള്ളൻകാലിൽ തീർക്കനൽ വെക്കുന്ന ശിക്ഷ പോലും നമ്മുടെ മസ്തിഷ്കം കരിച്ചു കളയുമെങ്കിൽ മസ്തിഷ്കം കരിച്ചു കളയുകയല്ല, മസ്തിഷ്കം ഉരുകി ഒലിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. മസ്തിഷ്കം തിളച്ചുരുകുന്നവരാണെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ നരകത്തെ കുറിച്ച് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷയെ കുറിച്ച് നാം ഭയപ്പെടണം. ആ കഠിനമായിരിക്കുന്ന ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമുറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകവാസികളിൽ ചിലരുടെ നെരിയാണി വരെയും ചിലരുടെ കാൽമുട്ടി വരെയും ചിലരുടെ അരക്കെട്ട് വരെയും മറ്റു ചിലരുടെ തൊണ്ടക്കുഴി വരെയും നരകാഗ്നി ബാധിക്കും. മുസ്ലിം 2845 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി 400ാമത്തെ ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനത്തിൽ ജനങ്ങളെല്ലാം സർവ്വലോക രക്ഷിതാവിന്റെ സന്നിധിയിൽ വന്നു ചേരും. അപ്പോഴുള്ള ചൂടും മറ്റു കഠിനാവസ്ഥകളും കാരണം അവരിൽ ചിലരുടെ ഇരുചെവിയുടെ പകുതി വരെ വിയർപ്പിൽ മുങ്ങുന്നതാണ്. ബുഖാരി 340,
11 മുസ്ലിം 2862 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അതിഗൗരവത്തോടെ പ്രസംഗിച്ചു. അത്തരമൊരു പ്രസംഗം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. ഇത് കേട്ട് സഹാബികൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് മുഖം മൂടുകയുണ്ടായി. ബുഖാരി 210 211, മുസ്ലിം 2359 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു നിവേദനത്തില് തന്റെ സഹാബികളെ സംബന്ധിച്ച് എന്തോ ചിലത് അറിയാൻ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, എനിക്കിന്ന് സ്വർഗവും നരകവും കാണിച്ചു തന്നു. ഇന്നത്തെ പോലെ നന്മയും തിന്മയും ഒന്നിച്ച് മറ്റൊരു ദിവസം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ അറിയുന്നതെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും അധികം കരയുകയും ചെയ്യുമായിരുന്നു. അത് കേട്ട് സ്വഹാബികൾ വല്ലാത്ത വിഷമത്തിലായി അന്നത്തെ പോലെ കൂടുതൽ വിഷമമുണ്ടാക്കുകയും തേങ്ങിക്കരഞ്ഞ് മുഖം മറയ്ക്കുകയും ചെയ്ത ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടില്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു, അവസാന നാളിൽ ഒരു മൈൽ അകലത്തിൽ സൂര്യനെ സൃഷ്ടികളോട് അടുപ്പിക്കും. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ സുലൈം റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവാണ്, മീൽ എന്നത് കൊണ്ട് ഉദ്ദേശം ദൂരം കണക്കാക്കുന്ന അളവാണോ, മൈൽ അതല്ല സുറമക്കോലാണോ എന്നെനിക്കറിയില്ല. ഈ അവസരത്തിൽ ജനങ്ങളെ സ്വപ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയിരിക്കും. ചിലർ നെരിയാണി വരെ, ചിലർ മുട്ടുവരെയും, ചിലർ അരക്കെട്ട് വരെയും വിയർപ്പിൽ മുങ്ങിയിരിക്കും. ചിലർ വിയർപ്പിനാൽ കടിഞ്ഞാണിടപ്പെട്ടതുപോലെയായിരിക്കും. കടിഞ്ഞാണിടപ്പെടുക എന്ന് സൂചിപ്പിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലേക്ക് ചൂണ്ടിക്കാണിച്ചു. മുസ്ലിം 2864 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ജനങ്ങൾ വിയർത്തൊലിക്കും. അവരുടെ വിയർപ്പ് ഭൂമിയിൽ 70 മുഴം വരെ ഒലിച്ചിറങ്ങും. കടിഞ്ഞാൻ പോലെ ആ വിയർപ്പ് അവരുടെ ചെവികളെ ആവരണം ചെയ്യും. ബുഖാരി മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തിരിക്കവേ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുക എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 70 വർഷം മുമ്പ് നരകത്തിൽ എറിയപ്പെട്ട ഒരു കല്ല് നരകത്തിനടിയിലെത്തിയ ശബ്ദമാണ്. അത് ഇത്രയും കാലം അത് നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരായുസിന്റെ വർഷം നരകത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, 70 വർഷക്കാലം. മുസ്ലിം 2844. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം എത്ര വർഷമാണ്? വെറും 40, 45, 50, 65, 60, 65, ഏറിപ്പോയാൽ 100. ഇതിനുള്ളിൽ നമ്മുടെ ജീവിതമൊക്കെ അവസാനിക്കുന്നില്ലേ? 40 മുതൽ അങ്ങോട്ട് തുടങ്ങുന്നില്ലേ? മരണത്തിന്റെ അവസ്ഥ വരുന്നില്ലേ? 40 മുതൽ. സഹോദരങ്ങളെ ചിന്തിക്കുക. എന്നാൽ ഒരു കല്ല് നരകത്തിലേക്ക് എറിഞ്ഞാൽ അതതിന്റെ അടിയിലെത്തുന്നത് 70 കൊല്ലം കഴിഞ്ഞാണ്. 70 കൊല്ലം മുമ്പ് എറിഞ്ഞ കല്ലാണ് അത് അടിയിലെത്തുന്നതെങ്കിൽ നമ്മളൊക്കെ എറിയപ്പെട്ടാൽ സഹോദരങ്ങളെ, ഒരായുസ്സുടെ നീളം നമ്മുടെ ജീവിച്ചത് ചിലപ്പോൾ 40 വർഷമാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നരകത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ നശ്വരമായിരിക്കുന്ന ജീവിതം 10 വയസ്സ് നമുക്ക് കഴിഞ്ഞു പോയി. 10 വയസ്സ് നമ്മൾ എഴുതപ്പെടാത്ത വയസ്സായിക്കൊണ്ട് കഴിഞ്ഞു പോയി. ബാക്കിയുള്ള വയസ്സേ നമുക്കുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് മുതൽ നല്ലത് ചെയ്യാം, നല്ലത് പ്രവർത്തിക്കാം എന്നൊരു തീരുമാനം നമ്മൾ നിന്നെടുക്കണം. ഈ നരകാഗ്നിയെക്കുറിച്ച്, ഈ നരകത്തെക്കുറിച്ച് നമ്മൾ കേട്ടില്ലേ? ഈ നരകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലേ? അതിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ആ നരകത്തെ തൊട്ട്, ആ നരകത്തെക്കുറിച്ച്, ആ നരകത്തിൽ നിന്ന് വിദൂരമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ നരകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം ഓശാരമായി നൽകട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യമുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ സദാസമയവും പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക സഹോദരങ്ങളെ.
അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ നിങ്ങളിൽ ഓരോരുത്തരോടും ഒരു ദ്വിഭാഷിയുമില്ലാതെ അല്ലാഹു സംസാരിക്കുന്നതാണ്. ഒരു ദ്വിഭാഷിയില്ലാതെ, ഒരു വിവർത്തകനില്ലാതെ അല്ലാഹു സംസാരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ കാണുക സ്വന്തം കർമ്മങ്ങളായിരിക്കും, ഇടത് ഭാഗത്തേക്ക് നോക്കിയാലും കാണുക സ്വന്തം കർമ്മങ്ങൾ തന്നെയായിരിക്കും. മുന്നോട്ട് നോക്കിയാൽ കൺമുമ്പിൽ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. ഒരു കാരക്കയുടെ കീറ് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. ബുഖാരി 11:350, മുസ്ലിം 1016-67 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കറിയാൻ കഴിഞ്ഞാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. ആകാശം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു, അത് ശബ്ദിക്കാൻ അർഹതയുണ്ട്. കാരണം മലക്കുകൾ നെറ്റിവെച്ച് സുജൂദ് ചെയ്തുകൊണ്ട് മലക്കുകൾ നെറ്റിവെച്ച് സുജൂദ് കൊണ്ടിരിക്കുന്നതല്ലാത്ത 4 വിരൽ വെക്കാനുള്ള സ്ഥലം പോലും ആകാശത്തിലില്ല. അല്ലാഹുവാണ്. ഞാൻ അറിയുന്നതൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിരലുകളിൽ സ്ത്രീകളോടൊപ്പം സല്ലപിക്കുകയില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾ വിരിപ്പുകളിൽ സ്ത്രീകളോടൊപ്പം സല്ലപിക്കുകയില്ലായിരുന്നു. അല്ലാഹുവിൽ ഭയം തേടിക്കൊണ്ട് നിങ്ങൾ മരുഭൂമികളിലേക്ക് ഓടി രക്ഷപ്പെടുമായിരുന്നു. തിർമിദി 2313 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞതൊക്കെ നമ്മൾ അറിയുകയായിരുന്നെങ്കിൽ നമ്മൾക്ക് നേരമുണ്ടാകില്ല. സ്വന്തം ഭാര്യമാരുമൊത്ത് സല്ലപിക്കാൻ പോലും നമ്മൾ നിലനിൽക്കെടുക്കുകയുമായിരുന്നില്ല. നമ്മളോട് രക്ഷപ്പെടുമായിരുന്നു. അള്ളാഹുവിനോടുള്ള ഭയം കാരണമെന്ന് നമ്മെ അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിൽ തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക. തിർമിദി 2313 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ആയുഷ് ഏത് കാര്യത്തിലാണോ ചെലവഴിച്ചതെന്നും നേടിയ അറിവ് ഏത് പ്രവർത്തനത്തിലാണ് വിനിയോഗിച്ചതെന്നും സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചെന്നും എന്തിനു വേണ്ടി ചെലവഴിച്ചെന്നും തന്റെ ശരീരം എന്തിനാണ് ഉപയോഗിച്ചതെന്നും വിചാരണ ചെയ്യപ്പെടാതെ അന്ത്യദിനത്തിൽ ഒരു അടിമക്കും സ്വന്തം പാദം മുന്നോട്ട് നീക്കാൻ സാധ്യമല്ല. തിർമിദി 2419 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഏതാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? തന്റെ ആയുസ് ഏത് കാര്യത്തിനാണ് ചെലവഴിച്ചത്? നല്ല കാര്യത്തിനാണോ? ആരാധനയ്ക്ക് വേണ്ടിയാണോ? നന്മ പ്രവർത്തിക്കാനാണോ? അതല്ല, മറിച്ചാണോ ചെലവഴിച്ചതെന്നും നേടിയ അറിവ് ഏത് പ്രവർത്തനത്തിലാണ് വിനിയോഗിച്ചത്? തന്റെ വിജ്ഞാനം, തനിക്ക് ലഭിച്ച അറിവ് എന്തിനു വേണ്ടിയാ ഉപയോഗിച്ചത്? താൻ വലിയ ആളാണെന്ന് 4 ആൾ അറിയാൻ വേണ്ടിയാണോ? അതല്ല, ഉപകാരത്തിന് വേണ്ടിയാണോ ഉപദ്രവത്തിന് വേണ്ടിയാണോ ഉപയോഗിച്ചത്? സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു? എങ്ങനെയാ സമ്പാദിച്ചത്? കളവ് പറഞ്ഞിട്ടാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ? അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി സമ്പാദിച്ചതാണോ? മറ്റു പിരിവുകൾ നടത്തിയിട്ട് സമ്പാദിച്ചതാണോ എന്നൊക്കെ. എന്നിട്ട് എന്തിനാ ചെലവഴിച്ചത്? ആ സമ്പാദിച്ച സമ്പാദ്യം എന്തിനാണ് ചെലവഴിച്ചത്? തന്റെ ശരീരം എന്തിനാണ് ഉപയോഗിച്ചതെന്നും വിചാരണ ചെയ്യപ്പെടാതെ അന്ത്യനാളിൽ ഒരടിമക്കും ഒരാൾക്ക് പോലും, ഒരു വ്യക്തിക്ക് പോലും തന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, സൂറത്ത് സിൽസാലിലെ 4-ാം സൂക്തം ഓതിക്കേൽപ്പിച്ച ശേഷം, അഥവാ ഭൂമി അതിന്റെ വർത്തമാനം വിളിച്ചു പറയുമെന്ന് ആരംഭിക്കുന്നതായിരിക്കുന്ന ആയത്ത് ഓതിക്കേൽപ്പിച്ച ശേഷം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഓതിക്കേൽപ്പിച്ച ശേഷം ഭൂമിയുടെ വർത്തമാനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അവർ പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഭൂമി തന്റെ ഉപരിതലത്തിൽ ഓരോ സ്ത്രീയും പുരുഷനും പ്രവർത്തിച്ചതിനെല്ലാം സാക്ഷി നിൽക്കലാണത്. അഥവാ ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് നീ ഇന്ന വിധത്തിൽ പ്രവർത്തിച്ചുവെന്ന് ഭൂമി വെളിപ്പെടുത്തുമെന്നാണ് അതിന്റെ വിവക്ഷ. തിർമിദി 3350 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം, അന്ത്യദിനത്തിന്റെ കാഹളം ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം അതിൽ ഊതാനുള്ള ഉത്തരവ് ചെവിയോർത്ത് കാഹളം വായിൽ വെച്ചുകൊണ്ടിരിക്കെ എനിക്കെങ്ങനെ സുഖലോലുപനായി ജീവിക്കാൻ കഴിയുമെന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഈ വചനം സഹാബികൾക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കിയപ്പോൾ അവിടുന്ന് കൽപ്പിച്ചു, നിങ്ങൾ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, പരമേൽപ്പിക്കാൻ അവൻ ഉത്തമനാണ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക, എന്നാൽ രക്ഷ കിട്ടുമെന്ന് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തിർമിദി 2433 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. സഹോദരങ്ങളെ, പതിവാക്കാൻ മറക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയിലെ അപകടം ഭയപ്പെടുന്ന യാത്രികൻ രാത്രിയുടെ അന്ത്യയാമത്തിൽ യാത്ര പുറപ്പെട്ടു കൊള്ളുക. രാത്രിയുടെ അന്ത്യയാമത്തിൽ യാത്ര പോകുന്നവൻ സുരക്ഷിതനായി വീട്ടിലെത്തിച്ചേരുന്നു. അറിയുക, അള്ളാഹുവിന്റെ കച്ചവടച്ചരക്ക് അമൂല്യമാണ്. അറിയുക, കച്ചവടച്ചരക്ക് സ്വർഗമാണ്. തിർമിദി 2452 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, പാദരക്ഷ അണിയാത്തവരും വിവസ്ത്രരും ചേലാക്രമം ചെയ്യപ്പെടാത്തവരുമായാണ് അന്ത്യനാളിൽ ജനങ്ങളെ സമ്മേളിപ്പിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സ്ത്രീ പുരുഷന്മാരെ ഒരുമിച്ചാണോ സമ്മേളിപ്പിക്കുക? അപ്പോൾ അവർ പരസ്പരം നോക്കുകയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അത്തരമൊരു വികാരം ഉണർത്താൻ സാധ്യമല്ലാത്ത വിധം ഗുരുതരമാണ് അന്നത്തെ പ്രശ്നങ്ങള്. ബുഖാരി 334, മുസ്ലിം 2859 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക. സഹോദരങ്ങളെ, അതികഠിനമായിരിക്കുന്ന ശിക്ഷകളാണ് നാളെ പരലോകത്ത് നമുക്ക് വരാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതം ആ നരകാഗ്നിയെ തൊട്ട് കാക്കാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ടവരെ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമുക്ക് ബന്ധപ്പെട്ടവരെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത നാം നിറവേറ്റുക. മാതാപിതാക്കളോട്, സഹോദരന്മാരോട്, സുഹൃത്തുക്കളോട്, അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഈ സന്ദേശം അറിയിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ അതികഠിനമായിരിക്കുന്ന ശിക്ഷ വരാനുണ്ടെന്ന ബോധം നമ്മളെല്ലാവരെയും അറിയിച്ചു കൊടുക്കുക. ഞാൻ എന്റെ സ്വന്തം നഫ്സിനെയും നിങ്ങളോടും ഇത് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ അതുകൊണ്ട് ചിന്തിക്കുക. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ചിന്തിക്കുക. നമുക്ക് വരാനുള്ള കഠിനമായിരിക്കുന്ന ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷയെ തൊട്ട് നമ്മൾ ഭയപ്പെടണം. അങ്ങനെ ഭയമുണ്ടായിക്കൊണ്ട് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹമായിരിക്കുന്ന സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ സ്വർഗീയ പൂങ്കാവനത്തില് അവിടുത്തെ അല്ലാഹുവിന്റെ അനുഗ്രഹം നുകരാനുള്ള അവസരമുണ്ടാകാൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, അവന്റെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് അവനോട് സദാസമയവും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഔദാര്യവാനായ തമ്പുരാൻ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും, നമുക്ക് ബന്ധപ്പെട്ടവരെയും അവന്റെ ഔദാര്യം കൊണ്ട് പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവന്റെ ഔദാര്യം കൊണ്ട് നമ്മെ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ,
നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ മീസാൻ എന്ന തുലാസിൽ നമ്മൾ ഈ കേട്ടതും പറഞ്ഞതും ഒരു നല്ല അമലായി നന്മയുടെ പക്ഷത്ത് സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ നമ്മൾ ഇന്ന് കേട്ട ആ നരകത്തിന്റെ ഭയാനകതയും ആ നരകത്തിന്റെ ശിക്ഷയും അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതികഠിനമായിരിക്കുന്ന ആ നരകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പുതിയ ബാബുമായി വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.